ഹലോ, നമ്മുടെ ആര്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയോ? ഇന്ന് മോളിതേ സ്കൂൾ വിട്ട് വന്നപ്പോൾ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ കുറച്ച് അരിമാവ് ഇരിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ദോശമാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ദോശയിൽ കുറച്ച് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ അരിമാവ് എടുത്തിട്ട് ആക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ചുരകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ പഞ്ചസാരയുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ നല്ലവണ്ണം വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ചായ ഇറക്കി വെക്കാം. അപ്പോൾ ഞാനിത് ഇവിടുന്ന് ചായ ഇറക്കി വെച്ചു. എന്നിട്ട് നമ്മുടെ ഫ്രൈ പാൻ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ദോശമാവ് ചൂടായതിന് ശേഷം നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ദോശമാവ് നമ്മളിങ്ങനെ വട്ടത്തിൽ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ അതൊന്ന് പോകുമ്പോഴേക്കും നമ്മൾ ഇട്ട് കൊടുക്കുകയായിരിക്കും നല്ലത്. കാരണം നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ ഇട്ട് കൊടുത്താൽ അതിൽ പിടിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം പഞ്ചസാര. അപ്പോൾ നല്ല മധുരത്തിന് ആവശ്യമായത്ര ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് വേണം, ഇതേപോലെ തന്നെ ഈ പഞ്ചസാര ഇട്ടതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം അതിലേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ആവുന്നത് കൂടെ നമ്മളിത് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ എന്ത് വേണമെന്നറിയോ, ഇതിനെ നമുക്കിങ്ങനെ ചുരുട്ടി എടുക്കണം. അല്ലെങ്കിൽ എന്താവുമെന്നറിയോ, നമുക്ക് ഇങ്ങനെ ചുരുണ്ട് കിട്ടില്ല. നല്ലോണം മൊരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടിപ്പിടിക്കാൻ പാടാവും. അപ്പോൾ നമ്മളിത് അങ്ങനെ നമ്മുടെ തവി കൊണ്ട് നമ്മളിങ്ങനെ നോക്കുക, വിട്ടു പോരാൻ തുടങ്ങിയാൽ നമ്മളതിനെ ചുരുട്ടി കൊടുക്കുക. അപ്പോൾ നമ്മളിത് മൈദ വെച്ചിട്ട് ഉണ്ടാക്കൂട്ടോ. ഇങ്ങനെ മൈദ വെച്ചിട്ടും ഇതേപോലെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്താണ് ഇന്ന് അവൾക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഫ്രിഡ്ജിൽ ദോശമാവ് ഉണ്ടായിരുന്ന കാരണം ഞാൻ ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ ഒന്നുമില്ല, മൈദയും ഒന്നും ഇരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒരെണ്ണം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അടുത്തതും അങ്ങനെ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ അതും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ വീണ്ടും അതേപോലെ ഒന്നതായി വരുന്നതോട് കൂടിയിട്ട് നമ്മൾ വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഞാനിതിപ്പോൾ ഗോതമ്പ് ദോശയിലും നമ്മളിങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഒന്ന് ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു എന്ന്. കാരണം ശർക്കര ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയണ്ടേ. പക്ഷേ ശർക്കര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ പഞ്ചസാര വെച്ചിട്ട് ഇടുമ്പോഴും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മൈദയൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കാരണം മൈദയും പഞ്ചസാരയും ഈ നമ്മുടെ തേങ്ങ കൂടിയിട്ട് റോൾ ചെയ്തിട്ട് എടുക്കുമ്പോൾ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ അതും അതേപോലെ ചെയ്ത് നോക്കി. പിന്നെ മക്കൾ ഈ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. കാരണം അവർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നല്ല വിശപ്പായിട്ടാവും വരിക. ഇവിടെ ചില ദിവസങ്ങളിൽ മോൾക്ക് നല്ല വിശപ്പാവൂട്ടാ, ചില ദിവസങ്ങളിൽ വിശപ്പും ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാലും വേണ്ട. അപ്പോൾ ഇന്ന് ഞാൻ അതേപോലെ ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല. കാരണം വലിയ വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക പതിവ്. അപ്പോൾ ഇന്നിപ്പോൾ ദോശമാവുണ്ടല്ലോ, വന്നു കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്, അമ്മ ഇങ്ങനൊന്ന് ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞ കാരണമാണ് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കണത്. അപ്പോൾ നമ്മൾ അതും രണ്ടാമത്തെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഈ എടുക്കുമ്പോൾ ഇതാവണത്. കാരണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞാൽ പൊട്ടി പോവുകയും ചെയ്യും. നല്ലോണം മൊരിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. കുറച്ചും കൂടി നിർത്തിയിട്ട് മൊരിയിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ എനിക്ക് ഇങ്ങനെ ചുരുട്ടപ്പം എന്നാ ചിലയിടത്ത് പറയും തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മൈദ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമാവാറ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ 3 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരെണ്ണം നിങ്ങളെ ഉണ്ടാക്കാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മളങ്ങനെ 3 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം, ഇതൊന്ന് നമുക്ക് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. അപ്പം ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാനൊരു കഷ്ണം എടുത്ത് കഴിക്കട്ടെ ആദ്യം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കിതിനും കൂടുതൽ ഇഷ്ടമായത് മൈദയാണ് കേട്ടോ ഇഷ്ടമായത്. അപ്പം ഞാനിതേ മോൾക്ക് അങ്ങോട്ട് മാറ്റി കൊടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.